CIET NCERT അവതരിപ്പിക്കുന്ന പരിപാടി ജംഗിൾ മീറ്റിംഗ്. രാവിലെ മുതൽക്ക് തന്നെ ചുൽബുൽ ചൂഹയ്ക്കും ബിട്ടു ഗൗരവയ്ക്കും ശ്വാസമെടുക്കാൻ പോലും സമയമില്ലായിരുന്നു. എല്ലാവരുടെയും വീടുകളിൽ പോയി ഇന്ന് നടക്കുന്ന മീറ്റിംഗിനെ കുറിച്ച് എല്ലാവരെയും അറിയിക്കാനും ആദരവോടെ ക്ഷണിക്കാനുമുള്ള ചുമതലയാണ് അവരെ ഏൽപ്പിച്ചിരുന്നത്. ആ മൂല വൃത്തിയാക്കാൻ ബാക്കിയുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജീവജാലങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ പല പാർശ്വഫലങ്ങളും കണ്ടിട്ടുണ്ട്. ഭാവിയിൽ ഇവ എങ്ങനെ ഒഴിവാക്കാമെന്നതിനെ കുറിച്ചാണ് യോഗം നടന്നിരുന്നത്. എന്റെ പ്രകാശം എന്താ, ഇവർക്ക് തികയാതെ വരികയായിരുന്നു. ചങ്ങാതി വരൂ. മൃഗങ്ങളും പക്ഷികളുമെല്ലാം എത്തിയ ശേഷം മീറ്റിംഗ് ആരംഭിച്ചു. എന്നോട് പറയൂ, പുതിയ തലമുറ തങ്ങളുടെ മൂല്യങ്ങൾ മറക്കുകയാണോ? നമ്മൾ മുതിർന്നവരെ എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? ആൽമരപ്പൂപ്പ, താങ്കൾ ദേഷ്യപ്പെടരുത്. ഞങ്ങൾ താങ്കളെ മറന്നിട്ടില്ല. അതെയോ? അടുത്ത ആഴ്ച മരങ്ങളുടെയും ചെടികളുടെയും പ്രത്യേക മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ? ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ സുഖദുഃഖങ്ങൾ പങ്കിടുമ്പോൾ പ്രത്യേകമായി എന്തിനാ മീറ്റിംഗ്? മനുഷ്യരുടെ ഈ അനീതി നമ്മളിലും നടക്കുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പദ്ധതി ഉണ്ടാക്കിയാലേ അത് വിജയിക്കുകയുള്ളൂ. റോഡിന്റെ ഭാഗത്തേക്കുള്ള എന്റെ കൊമ്പ് എപ്പോഴും വാടിയാണിരിക്കുന്നത്. ചെടിമരങ്ങളുടെയും ജീവജാലങ്ങളുടെയും പ്രശ്നം ഒന്നാണ്. ആൽമരപ്പൂപ്പൻ ശരിയാണ് പറയുന്നത്. ചെടിമരങ്ങളെയും ഈ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. ഇവരുടെ കാര്യങ്ങളും അജണ്ടയിൽ ഉൾപ്പെടുത്തുക, എന്നിട്ട് നടപടിയുമായി മുന്നോട്ട് പോകുക. ഇപ്പോൾ ഞാൻ മോനു മൈലിനോട് അപേക്ഷിക്കുകയാണ് നമ്മളോട് എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് പറയുവാൻ. ഒന്നൊന്നായി മോനു എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും മുൻപിലായി അവതരിപ്പിച്ചു. മരം മുറിച്ച് വലിയ നിരത്തുകൾ ഉണ്ടാക്കുക, വെള്ളത്തിന്റെ സ്വാഭാവിക സ്രോതസ്സുകൾ അപ്രത്യക്ഷമാകുക, അണക്കെട്ട് നിർമ്മിച്ച് വെള്ളത്തിന്മേൽ കുത്തക അവകാശം സ്ഥാപിക്കുക, നിരത്തിൽ രാത്രി മുഴുവൻ വലിയ വലിയ വിളക്കുകൾ കത്തുക, റേഡിയേഷൻ കാരണം ജീവജാലങ്ങൾ മരിച്ചുപോവുക, പൊടിയും പുകയും വർദ്ധിക്കുക, വനത്തിന്റെ വിസ്തീർണം നിരന്തരം ചുരുങ്ങിപ്പോവുക, പൂക്കളും ചെടികളും വാടിപ്പോവുക. ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. നിരത്തിലൂടെയും കോൺക്രീറ്റ് തറയിലൂടെയും നടക്കുന്നത് ഇരുമ്പ് ധാന്യങ്ങൾ ചവയ്ക്കുന്നത് പോലെയാണ്. ജന്തുക്കൾ 2 തരത്തിലുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. ചെരുപ്പ് ധരിക്കുന്നവരും ചെരുപ്പ് ധരിക്കാത്തവരും. ഞാൻ 2ാമത്തെ ഇനത്തിൽപ്പെട്ട ജന്തുക്കളിലാണ് വരുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ നോക്കൂ, ഈ മനുഷ്യര് എന്നെയും ചെരുപ്പ് ധരിപ്പിച്ചു. ഞാൻ പറയുന്നതും കേൾക്കൂ. ഈ ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കൽ എപ്പോഴാണ് തുടങ്ങിയത്? എന്റെ മുളകിന്റെ രുചി ഇപ്പോൾ തീർത്തും മുൻപത്തെ പോലെയല്ല. ആരോ അതിൽ കെമിക്കൽ ചേർത്തതുപോലെ തോന്നുന്നു. ഞാനും ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ആരാണ് പറയുന്നത്? ഞാൻ, മിനി ഉറുമ്പ്. ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. മനുഷ്യരുടെ കുട്ടികൾ ഞങ്ങളെ എവിടെ കണ്ടാലും അവർ ഞങ്ങളുടെ ജീവൻ എടുക്കാൻ തയ്യാറാകുന്നു. ഞങ്ങളാണെങ്കിൽ അവരെ ഒരിക്കലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. വൈകി വന്നതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത് നോക്കിയേ, എന്റെ എത്രയോ ചെറുകളാണ് കൊഴിയാൻ തുടങ്ങിയതെന്ന്. എന്റെ പൂർവികന്മാർക്ക് ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നെ സഹായിക്കൂ. എന്റെ ഈശ്വരാ, നീ ആരുടെയെങ്കിലും വീട്ടിൽ വെള്ളത്തിന്റെ മെഷീനിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കുന്നുണ്ടോ? ആ വെള്ളം മലിനമാണെന്ന് പറഞ്ഞേക്കരുത്. ഇവിടെ എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോ നിങ്ങൾ എല്ലാവരും പിന്നിൽ ഉറങ്ങുകയാണോ? സ്നേഹിതരെ, ഇത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഇതിൽ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ നിർദ്ദേശിക്കുകയാണ്, ഈ വിഷയത്തിൽ ത്രിദിന അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കണമെന്നും അതിലേക്ക് ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരെ ക്ഷണിക്കണമെന്നും ഒപ്പം തന്നെ മനുഷ്യരെയും സംഭാഷണത്തിനായി ക്ഷണിക്കണം. ഇതോടുകൂടി മന്നു ധോന്തയുടെ നന്ദി പ്രകടനത്തിന് ശേഷം മീറ്റിംഗ് അവസാനിച്ചു. ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിച്ച
പരിപാടി ജംഗിൾ മീറ്റിംഗ്. വിവർത്തനവും റെക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട് യചന ഗുപ്ത.